അങ്ങനെ പറയല്ലേ മോളെ, കരയാതെ. എല്ലാവരും എന്നെ കളിയാക്കി. എന്റെ അമ്മ ഒരു ജോക്കർ ആണെന്ന് വരെ അദീന പറഞ്ഞു. എനിക്കിനി ആരെയും ഫേസ് ചെയ്യാൻ വയ്യ. അവക്കുള്ള മറുപടി നമുക്ക് പിന്നെ കൊടുക്കാം. മോളെ, ഇതുകൊണ്ടൊന്നും മോള് വിഷമിക്കരുത്. മോളുടേതല്ലാത്ത തെറ്റിന് ആര് കളിയാക്കിയാലും ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല. ധൈര്യപൂർവം എല്ലാത്തിനെയും നേരിടണം. ഞങ്ങൾ എല്ലാവരും മോളുടെ കൂടെയുണ്ട് കേട്ടോ. എന്റെ അച്ഛൻ എന്താ അങ്കിളെ വരാത്തത്? എനിക്ക് അച്ഛനെ വല്ലാതെ മിസ് ചെയ്യുന്നു. കരയാതെ മോളെ. മോള് കരയുന്നത് അങ്കിളിന് സഹിക്കാൻ പറ്റില്ല. അച്ഛനെ മിസ് ചെയ്യാതിരിക്കാൻ അങ്കിൾ ഒരു വഴി പറയട്ടെ. മോള് സ്റ്റേജിൽ കയറുമ്പോ ഒരു ധൈര്യത്തിന് അച്ഛനെ മിസ് ചെയ്യാതിരിക്കാൻ മോള് അങ്കിളിന്റെ മുഖം മനസ്സിൽ ഓർത്താ മതി. അങ്കിള് മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. കണ്ണുടയ്ക്ക്. മോളെ, ചിപ്പി മോളെ, അടുത്ത മത്സരം തുടങ്ങുന്ന സമയായി. ആദ്യം തന്നെ മോളുടെ പേരാ. എനിക്ക് വയ്യ ടീച്ചറെ. സ്റ്റേജിൽ കയറുമ്പോ എന്നെ എല്ലാവരും കളിയാക്കും, കൂക്കി വിളിക്കും. ഞാൻ ഇനി ഒന്നിനുമില്ല. ആരും മോളെ കളിയാക്കില്ല. ആരെങ്കിലും ബഹളം വെച്ചാ അത് ഞങ്ങള് ടീച്ചർമാർ നോക്കിക്കോളാം. ഇപ്പൊ മോള് സ്റ്റേജിൽ കയറിയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും മോൾക്ക് ഈ സ്കൂളിൽ തലയുയർത്തി നിൽക്കാൻ പറ്റില്ല. ആരോടും ധൈര്യത്തോടെ സംസാരിക്കാനും പറ്റില്ല. അത് മോളുടെ ജീവിതത്തിലെ വലിയ തോൽവിയാവും. അങ്കിളുടെ മോള് തോറ്റുപോകരുത്. ആരെയും പേടിക്കരുത്. ധൈര്യമായിട്ട് സ്റ്റേജിൽ കയറണം. ഞങ്ങൾ എല്ലാവരും മോളുടെ കൂടെ ഉണ്ട്. മോളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടില്ലേ? പഠിച്ചത് മറന്നുപോയെങ്കിൽ എഴുതിയ പ്രസംഗം എന്റെ കയ്യിലുണ്ട്. മോൾ അതങ്ങ് നോക്കി വായിച്ചാ മതി. മോളുടെ പ്രസംഗം കേൾക്കാൻ ഞങ്ങൾ എല്ലാവരും മുന്നിൽ തന്നെ ഉണ്ടാവും. ഞങ്ങൾ ആദ്യം കൈയടിക്കും. പ്രസംഗിക്കാൻ നിൽക്കുമ്പോ പേടിയുണ്ടെങ്കില് മോള് മറ്റാരെയും നോക്കരുത്. അങ്കിളിനെ മാത്രം നോക്കിയാൽ മതി. മോൾക്ക് കാണാവുന്ന പോലെ അങ്കിള് മുന്നിൽ തന്നെ ഇരുന്നോളാം. മറ്റാരെയും നോക്കണ്ട കേട്ടോ. മോളെ, ഞാനിപ്പോ സച്ചിയങ്കളായിട്ടല്ല, മോളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നാ അങ്കിളീ പറയുന്നേ.